വെൽക്കം ടു ലൈൻ കട്ട്. അങ്ങനെ ഫോർത്ത് റണ്ണർ അപ്പ് അക്ബർ ഇസ് ഹിയർ. അക്ബർ, വെൽക്കം ടു ലൈൻ കട്ട്. ഈ കസേരയിലോട്ടൊന്ന് ഇരിക്കുന്നേ, ഞാൻ ഒന്ന് കാണട്ടെ. അവിടെ ബോഡി ഷേമിംഗ് ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ടല്ലോ. അനുമോള് പറഞ്ഞിട്ടുണ്ട്, ഓ ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ്, പിന്നെ എന്റെ മൂക്ക് ഇങ്ങനെയാണ്. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അങ്ങനെയാണെങ്കിൽ ഒരാളെ ആദ്യമായിട്ട് കീറിയത് അതുപോലെ ഇതുപോലെ ഒരു ക്യാരക്ടർ അസാസിനേഷൻ ഞാൻ പറഞ്ഞത് അക്ബർ അല്ല. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട ഇക്കാര്യമേ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. What made you call her septic? ആക്ച്വലി അത് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത്. ഞാൻ എന്തൊക്കെ എനിക്ക് വിളിക്കായിരുന്നു. ഞാൻ ആക്ച്വലി നീ ഒന്നും പണയണ്ട. ഇപ്പൊ ആഫ്റ്റർ പാർട്ടിയുടെ അപ്പോഴും ഞാൻ റീനുവെച്ച് അത് എന്തിനായിരുന്നു ഞാൻ ആലോചിക്കും. ഞാൻ മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്, നീ ഒന്ന് ഈ ജന്മത്ത് നന്നാവില്ല കേട്ടോ. ഇപ്പൊ രേണുവച്ചിയുടെ ഫാമിലിയൊക്കെ എന്നെ കണ്ടു കഴിഞ്ഞാൽ മോനെ വാടാ, ഭയങ്കര ഭയങ്കര കമ്പനിയാണ്. മോനെ നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറയും. അതുപോലെ അത്യാവശ്യം നല്ലോണം തെറി വിളിച്ചു അല്ലേ ഹൗസിക്കാർ. തെറി ഇൻ ദ സെൻസ് ചീത്ത വാക്കുകൾ. അത് ആദ്യം പറഞ്ഞത് അക്ബറിനെ പറ്റിയിട്ടാണ്. അക്ബർ ഷാനവാസ് ഖാൻ ചീത്ത വാക്കുകൾ എന്താണ് പറഞ്ഞത്? ഞാനിവിടെ അത് പറയണോ? അതുകൊണ്ടല്ലേ ലാലേട്ടൻ ഒരുപാട് പ്രാവശ്യം. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ആക്ച്വലി ഒരു തെറി എന്ന് പറയുന്ന പ്രയോഗം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഒനീലിന്റെ അടുത്താണ്. അതാണ് എന്റെ ആദ്യത്തെ അവസാനത്തെയും ചീത്ത വാക്ക്. ഒരാളുടെ തന്തയ്ക്ക് വിളിച്ചിട്ട് കുറെ കഴിഞ്ഞ് ഞാൻ ആ വാക്ക് പിൻവലിക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഞാൻ ആക്ച്വലി ഇപ്പൊ ഇങ്ങനെയൊക്കെ സൗണ്ട് ഒച്ചപ്പാട് ഉണ്ടാകുമെങ്കിലും ഞാൻ അത്ര ഇമോഷണലി സ്ട്രോങ് ഒന്നുമല്ല. ഞാനൊരു സാധാ മനുഷ്യനാണ്. വളരെ സോഫ്റ്റ് സ്പോക്കൺ, വളരെ ശബ്ദം ഒരു ലെവലിൽ കൂടുതൽ ഉയർത്താത്ത ഒരു വേറെ പരിവേഷമാണ് ഒരു പ്ലേ ബാക്ക് സിംഗറിന് എപ്പോഴും നമ്മുടെ ഇടയിൽ ഉണ്ടാവും. പെട്ടെന്ന് അക്ബർ വന്നിട്ട് ആകെ അഗ്രസീവ് ആവുന്നു, ദേഷ്യം വരുന്നു, ഇടിക്കാൻ പോകുന്നു, സാധനങ്ങൾ വലിച്ചെറിയുന്നു. ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ ഇത്? എന്റെ ഒരു നമ്പറാ കാണിക്കുന്നത്. അതിൽ വേണ്ട തെണ്ടി. ഞാൻ ആയിരം അടുത്ത് പറയണ്ട, ആയിരം എനിക്ക് ഇവൊന്നും എൻ്റെ അടുത്ത് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പോകുമ്പോൾ അവർ ടോക്ക് മാറ്റുന്നു, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കംഫർട്ട് സ്പേസ് പോകുന്നു. അപ്പൊ അതിന്റെ അർത്ഥം അവര് നിങ്ങളെ ഭയപ്പെടുന്നു എന്നല്ലേ? സത്യം പറഞ്ഞ ആശാന്റെ കഴി വെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. തൽക്കാലം ഇത്രയും മതി.